നോക്കിട്ട് കറക്റ്റ് ആയിട്ട് നോക്കൂ. See, I am very lucky. ആർപ്പോയ് ഇറോ ഇറോ ഇറോ. When is your birthday? Jan 29. What's your zodiac sign? Aquarius. Who's your favorite Bollywood actor? Ranbir Kapoor. Favorite pen brand? Fountain pen. ഇടയ്ക്ക് കയറാൻ പറ്റില്ല, ഈ സ്ത്രീനെ ഇറക്കി വിടാൻ. ചേച്ചി തെറ്റിച്ചാ പറയുന്നത്. അല്ല ഞാനത് അങ്ങനെ പറഞ്ഞതാ. നീ പറയണം. കയ്യിന്ന് പോയി, മൂപ്പരെ കയ്യിന്ന് പോയി. എന്നിട്ട് അയാളെ മെസ്സേജ് സീൻ ചെയ്തിട്ട് അയാൾ റിപ്ലൈ അയച്ചില്ല. അപ്പൊ അവരുടെ ദേഷ്യം തോന്നാറുണ്ട്. ദേഷ്യം തോന്നും. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, നീ തന്നെ ചോദ്യം ചോദിച്ചു, നീ തന്നെ ഐസ്ക്രീം യോഗട്ട് അല്ല കള്ളക്കളി സങ്കടമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒന്നും തളരില്ല. പറഞ്ഞു കൊടുക്കും. നമ്മളിങ്ങനെ ബോൾഡ് ഗേൾസ് ഇങ്ങനെ തളരുവോ? ഇല്ലല്ലോ. ഇതിലെങ്ങാനും തോറ്റു പോയാലുണ്ടല്ലോ, അവൾ ഇന്നത്തെ ദിവസം ഉറങ്ങില്ല. ഇന്നല്ല ഇനി ഞാനിരുന്ന് ഇങ്ങനെ ചേച്ചിക്കാണെങ്കിൽ മറ്റേ ശത്രു സംഹാര പൂജ ചെയ്യും. ദർശന സാമല്യമായി നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. എന്ത് സ്വഭാവം, എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നേ? എന്താണ് നിനക്ക് ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞു എന്താണ് കൈ കഴിയിട്ട് പോയ കുട്ടിയെ? ചേച്ചി ഇന്നലെ ഇട്ട ചുരിദാർ ഇട്ടോണ്ട് നടക്കുന്ന ചേച്ചിക്ക് ഇത് പറയാൻ ഒരു ഇതുമില്ല. ഇന്നലെ തൊട്ട് കുളിക്കാണ്ട് നടക്കുക. എന്നിട്ട് ഞാൻ പറയും ഞാൻ കുളിക്കുന്നുണ്ടോ നോക്കി നിക്കണോണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് വണ്ണം വെക്കുന്നുണ്ട് മെഹർ, നീ ഇത് കഴിക്കണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവിടെ നിക്കട്ടെ. ഞാൻ വണ്ണൊക്കെ കുറച്ചോളാം. ഇന്ന് ഇവിടെ ആരോ വരുന്നില്ല. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് വരുമല്ലേ. വീടിന്റെ കോലം എന്താ? ഞാനെല്ലാം നല്ല തൂത്ത് തുടച്ച് നല്ല അവിടെ ചേച്ചിയുടെ മുടി ഞാൻ പറഞ്ഞില്ല, മറ്റേ ഹെയർ ഓയിൽ വാങ്ങി തേക്കാനായിട്ട് ഫുൾ മുടിയോടെ ഒക്കെ. എന്താണ് എന്റെ ഇവിടെ വീടൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് നീറ്റായിട്ട്, നിനക്കാണ് ഒരു വൃത്തിയില്ലാത്ത, നിന്നോട് ഒരു മേനെയുള്ള ഡ്രസ് ഇടാൻ ഞാൻ പറഞ്ഞോളൂ. ഇന്നലെ കുളിച്ചോ? കുളിക്കാണ്ട് മിനിങ്ങാ തൊട്ട് ഈ ചുരിദാറിട്ടോണ്ട് നടക്കുകയാണ്. ഇന്നലെ ഇതാണെന്ന് ഇന്നലത്തെ ഷോയിൽ ഈ ചുരിദാർ നോക്കട്ടെ. ആരെ വരുന്ന ഗസ്റ്റ് ആരൊന്ന് പറഞ്ഞു തരും. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്ന ആരാന്ന് ഞാൻ എന്നോട് പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇന്ന ദിവസം നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്നത്. പറഞ്ഞില്ല, എന്റെ അടുത്ത് മിനിങ്ങാന്ന് പറഞ്ഞു ആരാണ് മഞ്ജു ചേച്ചിയാ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പറഞ്ഞു കാവ്യ ചേച്ചിയാ വരുന്നത്. ഒന്ന് ഉറപ്പിക്ക ആരാ വരുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാൾ ഇപ്പൊ വരുമ്പോ നീ കണ്ടാ മതി ആരാ വരുന്നതെന്നൊക്കെ. അല്ലാതെ പറയണ്ട. Enter like this. Hi. Hi, how are you? After a long time. How are you? Didi, how are you? Good. Kore anne behelam. I heard. ആണോ? അതെ എല്ലാം കേട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. എന്താണ് പ്രശ്നം? ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ ഒരു കാര്യം പോലും പറഞ്ഞ അനുസരിക്കില്ല, എല്ലാം മെസ്സാക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ഉൾട്ട പറയുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചി. അപ്പൊ ബിവെയർ ഓഫ് രമ്യ ചേച്ചി. ഓക്കെ, ബിവെയർ ഓഫ് രമ്യ ചേച്ചിയോ? എന്തൊക്കെയാണ് പറയണത്? സോ നല്ല എന്താ പറയുക, നല്ല ഭംഗിയില് കാണാനായിട്ട്. She's looking stunning. Even you two are looking very stunning. What is the പ്രശ്നം? പ്രശ്നം എന്താണെന്നൊക്കെ പറയാം. അപ്പൊ പ്രശ്നത്തിലേക്കൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇനി നമുക്ക് നമ്മുടെ പരിപാടി കാര്യങ്ങളിലേക്കൊക്കെ വരാം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ആർപ്പോ ഇറോയിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആർപ്പോ ഇറോ ഇറോ ഇറോ. ഈ ഷോയുടെ പ്രത്യേകത ഇങ്ങനെ ഇരിക്കണം, ചാടി ചാടി നിൽക്കണം. എന്താ പറഞ്ഞേ? ഇറോ. ഇറോ 3 times. ഓക്കെ, ഒന്നോട് പറയാം. ആർപ്പോ ഇറോ ഇറോ ഇറോ. അതാണ് വൈബ്. കണ്ടോ, നമ്മുടെ ഗസ്റ്റ് കൊള്ളാം, നല്ല വൈബുള്ള ഗസ്റ്റ് തന്നെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2024 മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ നമ്മൾ കുറെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ 2024 ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോവാണല്ലോ. ഈ ഇയർ അങ്ങ് തീരാൻ പോണു. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, പുതിയതായിട്ട് ഒരു ഷോയും കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ദീപ്തിയെ തന്നെ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോ. അപ്പോ ഇങ്ങനെ ഒരു കുറെ എന്താ സീരിയസ് മോഡലൊന്നും അല്ലാതെ കുറെ ഫണ്ണി ആയിട്ടും ഞങ്ങൾ അതിനിടെ കുറെ വഴക്കുണ്ടാക്കി. ലൈഫിൽ എത്ര സ്ട്രെസ് ഉണ്ടല്ലോ. ഇനി ഇന്റർവ്യൂയിലൂടെ
ഫൺ അത്രേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് നമ്മുടെ ഷോയുടെ ഫസ്റ്റ് ഗസ്റ്റ് ദീപ്തി ചേച്ചിയാണ്. ദീപ്തിയിലൂടെ നമ്മൾ ഫുൾ ഫണ്ണിലൂടെയാണ്. സെഗ്മെന്റ്സ് എല്ലാം മാറി മാറിപ്പോവും. എല്ലാ സെഗ്മെന്റ്സിലൂടെ പോകുമ്പോഴും എല്ലാ സെഗ്മെന്റ്സും ഫുൾ ഫണ്ണിലൂടെ മാത്രം. നോർമൽ പോയി ഇരിക്കുന്ന പുറത്തെ ഒരു സീരിയസ് ഇന്റർവ്യൂ പാറ്റേണോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തമ്മിലുള്ള വഴക്കും ബഹളവും പിന്നെ ചേച്ചിയുടെ കുറെ മണ്ടത്തരങ്ങള്. മണ്ടത്തരം മീൻസ് ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഷോ പോണത്. പിന്നെ അതുമല്ല കൈ നിറയെ മധുരങ്ങളും ഒരുപാട് ഗിഫ്റ്റ്സും ഒക്കെ ഉള്ളൊരു ഷോ ആണ്. ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ. അതെ അതെ എല്ലാം ഉണ്ട്. ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. വഴി എല്ലാം വഴി അറിയും. അപ്പം ഇങ്ങനെ പറഞ്ഞ നമുക്ക് ഫസ്റ്റ് ഇതിനകത്തോട്ട് പോണ്ടേ? ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ പേരാണ് യു ലൈക്ക് ബോംബെ മിഠായി. ബോംബെ മിഠായിയാ? യാ, ഇതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാ പറയണേ? ബോംബെ മിഠായി, ചിലര് കോട്ടൺ ക്യാൻഡി, മദാമപ്പൂട ഞങ്ങളുടെ നാട്ടില് പറയുന്ന മദാമപ്പൂട. ഓരോ നാട്ടിലും ഇൻ ഹിന്ദി ലൈക്ക് എന്റെ മുംബൈയില് ലൈക്ക് ഞാൻ ജനിച്ചു വളർന്നത് അവിടെയല്ലേ, ഇറ്റ് ഇസ് കോൾഡ് ബുഡ്ഡി കെ ബാൽ. അതന്നെ ബുഡ്ഡി കെ ബാൽ. ബുഡ്ഡി ഈസ് how do you say old in Malayalam? പഴയ പ്രായം ചെന്ന അമ്മുമ്മയുടെ മുടി എന്നാണ് പറയണത് അവരുടെ. No, it looks like that. അതേപോലെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അപ്പൂപ്പൻ താടി പറയും ക്രിസ്മസ് രോമം. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇതല്ല നമ്മുടെ ഇതൊക്കെ വിടട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഫസ്റ്റ് സെഗ്മെന്റിന്റെ പേരെന്താ? ഞാൻ പറയൂ. അരം പ്ലസ് അരം കിന്നരം. What is ara? ഞാൻ പറഞ്ഞു. അര ഹാഫ് പ്ലസ് ഹാഫ് എന്താ? One. അപ്പൊ പക്ഷെ അതല്ല, ആ സാധനമല്ല ഈ സാധനം, ഇത് വേറൊരു സാധനം. എന്താന്ന് കൊടുക്ക് പ്ലീസ്. എനിക്ക് മനസ്സിലാണല്ലോ. 1 plus 1 is half plus half is 1 അല്ലേ? അതെ, അതായത് ഈ ഹാഫും കൂടെ ചേരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ദീപ്തിയോ. അമേസിംഗ് മനസ്സിലായി. വേറൊന്നല്ല, അതായത് ഞാനിപ്പോ ഇതിനകത്തുനിന്ന് ഈ ജിലേബി എന്റെ ലഡു ഓക്കെ. ഞാനിപ്പോ ലഡുവിന്റെ ഒരു ബൗൾ എന്റെ ഉണ്ട്, ജിലേബിയുടെ ഒരു ബൗള് അപ്പൊ മെഹറിന്റെ ഉണ്ട്. ഫസ്റ്റ് സെഗ്മെന്റിൽ ഞങ്ങൾ ഓരോ ചോദ്യം ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം ദീപ്തി എന്നോട് യെസ് 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 എന്ന് പറയാം. എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നോ 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 എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ജിലേബി. ഓക്കെ? നോ അല്ല, എല്ലാത്തിനും നമ്മൾ എപ്പോഴും യെസ്സേ പറയാൻ പാടുള്ളൂ. നോ ചില സമയത്ത് നോ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ചില സമയത്ത് പറഞ്ഞെങ്കിൽ എത്ര പേര് കുഴപ്പത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, എനിക്ക് ഹൗ അബൌട്ട് ഐ സേ മേബി. ന്യൂട്രൽ ചെയ്യാൻ പറ്റില്ല. ഈതർ ടേക്ക് ദിസ് അല്ലെങ്കിൽ അത്, അല്ലാതെ ന്യൂട്രൽ ആയിട്ട് നിന്നേ പറ്റില്ല. വേറെ ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ഓപ്ഷൻ പ്രൊഡ്യൂസർ സാർ ഒന്നും തന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ടൂൾസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് സെഗ്മെന്റ് എന്താന്ന് വെച്ചാൽ What do I like more? നമുക്ക് നോക്കാം. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു കട. നല്ല ടേസ്റ്റി അവിടുത്തെ ഭക്ഷണം. ഭയങ്കര തിരക്കുണ്ടെങ്കിലും തിരക്ക് സഹിച്ച് അവിടെ പോയിട്ട് കഴിക്കുവോ? കഴിക്കില്ലല്ലോ. ഒരു സെലിബ്രിറ്റി ഒക്കെ ആകുമ്പോൾ ഭയങ്കര ക്രൗഡഡ് പ്ലേസിൽ പോയിട്ട് എങ്ങനെയാ കഴിക്കുക? നമുക്ക് കുറച്ചൊരു പ്രൈവറ്റ് സ്പേസും കൂടെ വേണ്ടേ? ഭക്ഷണം കാണുമ്പോൾ നമ്മൾ വേണം ഹോം ഡെലിവറി എടുക്കാം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളത്, അല്ലേ? പക്ഷെ ഇതില് ചേച്ചി തെറ്റിച്ചാ പറയുന്നത്. ഞാനത് അങ്ങനെ പറഞ്ഞതാ. നീ പറയണം. കയ്യിന്ന് പോയി, മൂപ്പരെ കയ്യിന്ന് പോയി. I did it purposefully. I was like, should I say yes or no? This is so confusing. പറയും. ഞാനത് അങ്ങനെ പറഞ്ഞു. വേണ്ട, കൺഫ്യൂഷൻ അല്ലെന്ന് ഞാൻ അങ്ങനെ ആക്കി പറഞ്ഞതാ. നീ എല്ലാം മാറ്റി പറയില്ലോന്ന് ഓർത്ത്. ഓക്കെ ശരി. ഓക്കെ, ഫസ്റ്റ് സെഗ്മെന്റ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് സെഗ്മെന്റ് അരം പ്ലസ് അരം കിന്നരം. സോ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു കട. ഭയങ്കരമായി തിരക്കുണ്ടെങ്കിലും തിരക്ക് സഹിച്ച് അവിടെ പോയി കഴിക്കുമോ? ഇതാണ് ചോദ്യം. കഴിക്കുമല്ലോ. എത്ര നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റും? വേഗം കൊടുത്തോ? നോ ഒന്നുമല്ല. Let me think. ഇത് ഏത് ക്യൂസീൻ ആണ്? ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ക്യൂസീൻ? എന്താ? See, എന്റെ അങ്ങനെ മാറി മാറി നിൽക്കും. I am a huge foodie. But ഇപ്പോഴത്തെ I feel I'm really keen in eating Japanese. Okay, അപ്പൊ ഇത് ജാപ്പനീസ്. കേരളത്തിൽ എവിടെ ജാപ്പനീസ്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞുതരാം. പൊറോട്ടയും ബീഫും. ബീഫും കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു സൂപ്പർ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ക്രൗഡാണ്. പക്ഷെ സൂപ്പർ ഫുഡ് ആണ്, നമ്മൾ പോയി കഴിക്കും. അത്രയല്ലേ ഉള്ളൂ. ഭയങ്കര ക്രൗഡാണ്. അവിടെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഒരു 40 minutes. അത്രയാലും കുഴപ്പമില്ല. വേഗം കഴിക്കൂ.
ബിക്കോസ് ഏയ് ഞാൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് കഴിക്കാം ചേട്ടാ ഐ വോണ്ട് പാർസൽ ഞാൻ അതിനാണ് നേരെ മാറ്റി പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ ആണ്. സൗന്ദര്യമുള്ള ഒരു ചെക്കനെ വെരി ഹാൻസം ഗൈ പബ്ലിക് പ്ലേസിൽ കണ്ടാൽ പരിസരം മറന്ന് നോക്കി നിക്കുമോ? പരിസരം മറക്കുന്ന എന്നുവെച്ചാ വാ പൊളിച്ച് നോക്കി നിക്കുമോന്ന്. ഓപ്പൺ മൗത്ത് ആൻഡ് ലുക്ക്. നെവർ നെവർ. നെവർ. എന്റെ മനസ്സിന്റെ അകത്തുണ്ടാവും അകത്തുണ്ടാവും പക്ഷെ വാ പൊളിച്ച് നോക്കി നിക്കില്ല. നിക്ക് വാ പൊളിച്ച് നോക്കിയൊന്നും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് നോക്കും അല്ലേ? അതല്ല we will give ഒരു നോട്ട് നോക്കും. പക്ഷെ വാ നോക്കില്ല. അപ്പൊ ഇല്ലല്ല ക്വസ്റ്റ്യനില് നീ ഒന്ന് അടഞ്ഞു. I am being very honest, okay? ഞാൻ പറയട്ടെ ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പരിസരം മറന്ന് നോക്കി നിക്കുമോ. നോക്കി നിക്കുമോന്നുള്ളു. നീ ചോദിച്ചപ്പോലെ വായ പൊളിച്ചിട്ട് നോക്കി നിക്കുമോ? വെറുതെ നോക്കി നിക്കുവാണെങ്കിൽ നോക്കി നിക്കുമോന്ന് എഴുതിയാ പോരെ. പക്ഷെ അല്ല പരിസരം മറന്ന് നോക്കി നിക്കുമോന്ന് പറഞ്ഞാൽ വാ പൊളിച്ച് നോക്കി നിക്കാം. ഒരു കണ്ടിന്യൂസ് 10 seconds അങ്ങനെയല്ലേ? ഇല്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ സൈലന്റ് ചെയ്യാം. I think I should take both. കഴിഞ്ഞു. ഇതെടുക്കാനാണ് താല്പര്യം. ടൈം കഴിഞ്ഞു. എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ എന്നോടാണ് താല്പര്യമെങ്കിലും പിന്നെ പ്രായമുള്ള സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കൂളാണ് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ make it fun da. Fun question. fun. Make it fun. അതെ പക്ഷെ make it fun രമ്യ. നീ ഭയങ്കര ഹൈപ്പർ ആവുന്നുണ്ട് കേട്ടോ. നീ കുറച്ച് ജാസ്തി ജിലേബി എടുത്ത് കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. ഷുഗർ ജാസ്തി കഴിച്ചു അതിന്റെയാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല് സ്പൈസി ആയ ഡിഷുകളാണ് കൂടുതൽ ഇഷ്ടം. സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. No. Yes. This time say yes. No. Yes. ചേച്ചി പറയണ വെച്ചിട്ട് നോക്കണ്ട. മീഡിയം സ്പൈസി എന്താ ചെയ്യാം? അപ്പൊ പിന്നെ സ്പൈസി അല്ലല്ലോ എന്നാലും കുറച്ച് സ്പൈസി ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ടെൽ മീ മീഡിയം സ്പൈസി അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ഇത് സ്പെസിഫൈ ചെയ്തോ? മീഡിയം സ്പൈസി ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി? ഒരുപാട് സ്പൈസി ആണ്. ഇല്ല പ്ലീസ് എനിക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ഇടപെടണ്ട. സോ പ്ലീസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. പ്രൊഡ്യൂസറിന്റെ കുഴപ്പമാണ്. പ്രൊഡ്യൂസർ അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. I am not getting involved in questions. പക്ഷെ എന്നാലും ഇത് കഴിക്കണം. മാറ്റി വെക്ക്. ഈ ബൗൾ പൊട്ടിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് മീഡിയം ആണോ എക്സ്ട്രീം? മീഡിയം. പോയി കണ്ട കള്ളക്കുതി. അല്ല നീ നിന്റെ ഇഷ്ടത്തിന് വായ പൊളിച്ചു എന്ന് പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്തല്ലേ? ടൈം കഴിഞ്ഞു. വരട്ടെ. അപ്പൊ 1-1. ഓക്കെ. അടുത്ത ചോദ്യം 2-1 അല്ലേ? 2-1. She's with me. Okay. What? ടൈം പോയിട്ട് കട്ട് ചെയ്തു. ടൈം പോയിട്ട് അവര് കട്ട് ചെയ്തു. കണ്ടിന്യൂ. Okay. കുറച്ച് മേലോട്ടാണോ പ്ലീസ്? വല്ലാണ്ട് ഓവർലാപ്പ് അടിക്കണം. ചേച്ചി ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇറങ്ങിപ്പോട്ടെ. ഒരു ബൈ കൊടുക്കോ? അടപെടുന്നുണ്ടോ? ഈ 2024 തല്ലുകൂടി ഇറക്കി വിടാനുള്ള എല്ലാ ലക്ഷണമാണ്. നമ്മൾ അയക്കുന്ന വാട്സ്ആപ്പ് മെസ്സേജുകൾ കണ്ടിട്ടും റിപ്ലൈ ചെയ്യാതിരിക്കുന്ന ആളുകളോട് ദേഷ്യം വരാറുണ്ട്. ഇല്ലല്ലോ. നമ്മൾ അവരുടെ ഇപ്പൊ ദീപ്തി ചേച്ചി ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അയാൾ ആ മെസ്സേജ് സീൻ ചെയ്തിട്ട് അയാൾ റിപ്ലൈ അയച്ചില്ല. അപ്പൊ അവരോട് ദേഷ്യം തോന്നാറുണ്ട്. ദേഷ്യം തോന്നും. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുണ്ടാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ തന്നെ ചോദ്യം ചോദിച്ചു, നീ തന്നെ ദേഷ്യം തോന്നും. അല്ല ഒബ്വിയസ്ലി എല്ലാരും ചേച്ചിനെ പോലെ അല്ല, മനസ്സിലാക്കി. ചേച്ചി ചേച്ചി അല്ല
ഞാനിതൊന്ന് പറയട്ടെ, ഇതെന്താണ് ഈ കുട്ടിക്ക് എന്താണ് വാട്ട്സ് റോങ് വിത്ത് ഹർ? അല്ല മെഹ്റ, നീ ഒന്ന് അടങ്ങ്, കുറച്ചൊന്ന് നോർമലാവ്. അടുത്ത ചോദ്യം ചോദിക്കേ, കുറച്ചൊന്ന് അടങ്ങ്. അല്ല, this is not fair. നീ തന്നെ ചോദ്യം ചോദിക്കുക, നീ തന്നെ ആൻസർ പറയാ, നീ തന്നെ ഇങ്ങനെ ഇതാക്കുക. This is not fair, കേട്ടോ. അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. She will never. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് she will never what? എനിക്ക് പണ്ട് തൊട്ടേ ദീപ്തി ചേച്ചിനെ നമ്മൾ മൂവീസ് ഒക്കെ കാണാറുള്ളത്. അപ്പൊ പണ്ട് അറിയാലോ. ഞാൻ നമ്മൾ എത്ര ഇന്റർവ്യൂസ് ചെറുപ്പകാലത്ത് മുതലേ കുറച്ച് നാളായിട്ടുള്ള ഞങ്ങൾ കഴിഞ്ഞ മാസം കൂടെ മുതലേ ടൈം കഴിഞ്ഞു. അടുത്ത ചോദ്യം നിന്റെ കാര്യം കേൾക്കാം. ഞാൻ എന്റെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി. ഞാൻ കഴിഞ്ഞ മാസം കൂടി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തത്. അതാണ് ആ ചേച്ചിയുടെ കഴിഞ്ഞ മാസം പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അയ്യോ, അല്ല, ആള് ഭയങ്കര ശാന്തശീലയാണ്, അങ്ങനത്തെ ഒരാളാണ്. കംപ്ലീറ്റ്ലി ചേഞ്ച്. അടുത്ത ചോദ്യം ചോദിക്കാം, അടുത്ത ചോദ്യം ചോദിക്കാം. ശരി, നമുക്കിനി നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് സെഗ്മെന്റിന്റെ പേര് തിങ്ക് ഫാസ്റ്റ് എന്നാണ്. അതായത് നമ്മളെ റാപ്പിഡ് ഫയറിലൊക്കെ റാപ്പിഡ് ഫയറിലൊക്കെ പറയുന്ന പോലെ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരും. ചോദിക്കാൻ ഇത്ര ഫാസ്റ്റ് പറയണ്ട. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ശരി. മീഡിയം. ഇത് ഇംഗ്ലീഷിലാണ്, സോ യു ക്യാൻ great. അപ്പൊ പിന്നെ നീ ഇംഗ്ലീഷ് പറഞ്ഞ ഒട്ടും മനസ്സിലാവും. പിന്നെ ചോദിച്ചോണ്ടേ ഫ്രഷ് കോമഡി, ഫ്രഷ് അല്ല ശരി, എന്തായാലും ഇതിപ്പോ ഒരാൾക്ക് തന്നെ എത്ര ഉണ്ട്? 10 ചോദ്യം ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ ഒരു 10 ചോദ്യം ചോദിക്കും, മെഹറും ചോദിക്കും. പക്ഷെ ഇങ്ങനെ മാറി മാറിയിട്ടല്ല, കണ്ടിന്യൂസ് ചോദ്യം ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് പെട്ടെന്ന് ആൻസർ പറയാം. റാപ്പിഡ് ഫയർ അതാ പറഞ്ഞത്, എക്സാക്ട്ലി ലൈക്ക് റാപ്പിഡ് ഫയർ പോലെ തന്നെ. അപ്പം എങ്ങാനും ദീപ്തിക്ക് ആൻസർ കിട്ടിയില്ല ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എനിക്കായിരിക്കും നെഗറ്റീവ് മാർക്ക് വരാം. അപ്പൊ അതുകൊണ്ട് അവള് ചോദിക്കുന്നതെല്ലാം പറഞ്ഞു ഈ ഷോ ഇത്ര സ്ട്രെസ്ഫുൾ ഇല്ലല്ലോ, ഇപ്പൊ ഒരുപാട് സ്ട്രെസ് ആയി. ഭയങ്കര സ്ട്രെസ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് തരുന്ന സ്ട്രെസ് എത്രത്തോളാണെന്ന് ഇപ്പൊ ദീപ്തിക്ക് മനസ്സിലായോ? പ്രൊഡ്യൂസറിന്റെ സ്ട്രെസ് എനിക്കും അറിയാം. ഈ 2024 കൂടി ആ പ്രൊഡ്യൂസറിനെ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് കണ്ടോ? ഇത് കേട്ടോ, പറഞ്ഞത് പോയി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ മൈൽ സ്റ്റോണിൽ ഇപ്പൊ നമ്മള് ഈ ഒരു പ്രോഗ്രാമിന് തന്നെ ഇത്രയും നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്ത് വിളിച്ചപ്പോ തന്നെ ഭയങ്കര സ്പോർട്ടി സ്പിരിറ്റ് ആണ് ദീപ്തി. അപ്പൊ തന്നെ ദീപ്തി, അതെ, എനിക്ക് ഇത്ര റിസ്ക് ഉണ്ട് ഇത് എനിക്ക് അറിയില്ലായിരുന്നു. സ്പോർട്ടി സ്പിരിറ്റ്. അരൂര് പോയി കക്ക വാരി ആളാണ് ഇത് പറയുന്നത്. മാത്രല്ല നമ്മുടെ തന്നെ മൈൽ സ്റ്റോണില് 2 years മുന്നേ, യു റിമെമ്പർ, അന്നത്തെ ക്രിസ്മസിന്റെ സമയത്ത് ട്രഷർ ഹണ്ട് അത് ഫസ്റ്റ് ടൈം ചെയ്തത് ദീപ്തിയാണ്. പിന്നെ മെറൈൻ ഡ്രൈവിൽ ഷോപ്പിംഗ് പോയില്ലേ, അവിടെ ഫുൾ ബ്രോഡ്വേയിലൂടെ ഫുൾ ഷോപ്പിങ്ങിന് പോയി. ഞാൻ ചെയ്തിട്ടുണ്ട്, ആ റിസ്ക് എടുത്തു. പിന്നെ സൈക്കിൾ ഓടിക്കാൻ എന്തോ പോയി, അങ്ങനെ ഓടിച്ചു. അങ്ങനെ എന്തൊക്കെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ ചാനലിൽ. അതെ, ഇന്നത്തോടെ ഇത് കഴിയുമ്പോൾ ദീപ്തി പറയും, ഞാൻ വന്നതിൽ ഏറ്റവും റിസ്ക് അവരുടെ ഷോയിലും റിസ്ക് എടുക്കണ്ടായിരുന്നു. കണ്ട പാവത്തിന് ഇത്ര വെള്ളം കുടിപ്പിക്കേണ്ട വെള്ളം കുടിപ്പിക്കുന്നത്. അപ്പൊ ശരി, ഞാൻ പെട്ടെന്ന് അടുത്തതിലേക്ക് പെട്ടെന്നായിരിക്കും ചോദ്യങ്ങൾ. അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം. ഓക്കെ, സോ വെൻ ഈസ് യുവർ ബർത്ത്ഡേ? Jan 29. What's your zodiac sign? Aquarius. Who is your favorite Bollywood actor? Ranbir Kapoor. Favorite pen brand? Fountain pen. Yes, exactly. Are you bold? I am. Then have you ever met Mohanlal? Yes, I have met Lalateen. Favorite animal? I think dog. Most interesting novel? Novel? Okay. Time കൊടുക്കണ്ടേ? I don't read. I was just going to say J.K. Rowling. പക്ഷെ പോയി കണ്ട. അത് എനിക്കിട്ട് പണിയാൻ വേണ്ടി തന്നെയാണ് അവിടെ ബെല്ലിൽ വെച്ചോണ്ടിരിക്കുന്നത്. Okay, ഇനി അടുത്തത് എന്റെയാണ്. Okay, start ചെയ്യാം. Who is your mother? Madhuri Sati. Where do you stay right now? Kochi. Your first movie? Nina. Are you a bold woman? Yes. Which was your last movie with Shine Tom? Yeah, Tanara. Have you ever met Shah Rukh Khan? Never. Your favorite Mollywood actor? Bollywood or Mollywood? Mollywood. കറക്റ്റ് ആയിട്ട് Mollywood. ഞാൻ Mollywood തന്നെ ചോദിച്ചേ. ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇല്ല ചേച്ചി ഇങ്ങനെ Bollywood already ഞാൻ പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ അതന്നെ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എനിവേ കല്ലിവല്ലി ആ സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മള് 2 segments കഴിഞ്ഞപ്പോ ഞാനിപ്പോ ലീഡ് ചെയ്യുന്നത് എനിക്കിപ്പോ 10 points ആണ്. ഞാനാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ? 11 points ആണ്. ഓക്കെ, But not bad. ഒരു പോയിന്റേ ഉള്ളൂ. വ്യത്യാസമുള്ളൂ. ഇവിടെ സപ്പോർട്ട് ചെയ്യണ എന്തെങ്കിലും വാങ്ങി തന്നായിരുന്നാ? സപ്പോർട്ട് ചെയ്യാൻ ഇല്ല, പറഞ്ഞു. ഒന്നും തന്നില്ല. You get me. കിട്ടും. നോക്കിയിരുന്നു, അത് എപ്പോ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്താ? അടുത്ത സെഗ്മെന്റിന്റെ പേരെന്താ? എന്താണ് പറയൂ? എന്തായിരുന്നു എന്റെ പേര്? ഞാൻ മറന്നു. അത് ബോക്സ് മാച്ചിങ്. അല്ല, പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി ആണോ? അപ്പം നമ്മുടെ
അപ്പൊ 2 സെഗ്മെന്റ് കഴിഞ്ഞു, ഞാനാണ് ലീഡിങ്. അപ്പൊ നമ്മുടെ അടുത്ത സെഗ്മെന്റിന്റെ പേരാണ് ബോക്സ് മാജിക്. ബോക്സ് അതെന്താന്ന് വെച്ചാൽ ഒരു ബോക്സിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് അവരിന്ന് ഇപ്പൊ പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് തരും. അപ്പൊ അത് ഞങ്ങളെ കാണിക്കരുത്, അതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയേയില്ല. അപ്പൊ ദീപ്തി അത് കണ്ടിട്ട് അത് പറയണ്ട, ഡംഷാറ്റ്സ് പോലെ തന്നെ ആക്ട് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഞങ്ങൾ ആരാണോ അത് കറക്റ്റ് എല്ലാം ഗസ് ചെയ്ത് പറയണത് അവർക്ക് പോയിന്റ് കിട്ടും. That's it. Okay? അപ്പൊ ബോക്സ് വരട്ടെ. ആ ദീപ്തി തന്നെ പിടിച്ചോ. ഒരു പ്രൊഡക്റ്റ് ഉള്ളോ? അല്ല റെഡി? ആ റെഡി റെഡി. എന്താ ഐറ്റം എന്ന് പറയൂ. ആ ഓക്കെ. ഐസ്ക്രീമോ? അല്ല സ്പൂൺ. ഐസ്ക്രീം യോഗട്ട്. അല്ല അല്ല ഐസ്ക്രീമിന്റെ അല്ല. ഹണി അല്ല സേമിയ നൂഡിൽ. നൂഡിൽ ഫലൂഡ ഫലൂഡ. നൂഡിൽ നൂഡിൽ. യിപ്പി. കെച്ചപ്പ് കെച്ചപ്പ്. നൂഡിൽസിനകത്ത് അല്ലേ കെച്ചപ്പ് അല്ലേ? ആ അതെ. ആ ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. ഞാൻ വിചാരിച്ച ഫലൂഡ ആണോ? സെയിം അല്ലേ? കെച്ചപ്പ് സോസ്. ആ പ്രോഡക്റ്റ് കാണിക്കാമോ? കെച്ചപ്പ് സോസ് സെയിം അല്ലേ? യെസ്. ആ അത് ചില്ലി സോസ് ആണ്. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ വേണ്ട. നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് പറയാൻ പറ്റില്ല. സ്റ്റക്ക് ആയോ മോളെ? എനിക്കൊന്നും പറയാനില്ല. കള്ളക്കളി എടുത്തവരൊക്കെ തീർന്നോ? ഇത്രേ ഉള്ളൂ? ആ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഓ ഇനിയുണ്ടോ? ഇനിയുണ്ട്. ആ ഓക്കെ. ഇനി ആ സാധനങ്ങളും കൊണ്ട് വരട്ടെ. എന്ത് പറ്റി മോളെ? സങ്കടമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒന്നും തളരില്ല. പറഞ്ഞു കൊടുക്കും. നമ്മളിങ്ങനെ ബോൾഡ് ഗേൾസ് ഇങ്ങനെ തളരോ? ഇല്ലല്ലോ. ഇത് നമ്മൾ ചില്ലാണ്. നോക്കിയിട്ട് പറയാം. ഒരു മിനിറ്റ്. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അല്ല ഞാൻ ഇതിനിടെ പറയട്ടെ. ഈ കുട്ടീനൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ പോവുകയായിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ, അതായത് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പേർട്സ് ലാബ് പോലത്തെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നല്ല IT-ക്കുള്ള വേണ്ട കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന, നമുക്ക് 100% അവർ ജോബ് പ്ലേസ്മെന്റ് തരുന്ന അവർ ഗ്യാരണ്ടിയാണ് പറയണത്. അപ്പൊ നല്ല സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് എക്സ്പേർട്സ് ലാബിൽ കൊടുക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ മെഹറിന് പോയ സീറ്റ് പോലും കിട്ടില്ല. ചേച്ചി പഠിച്ചിട്ടുണ്ടോ? ചേച്ചി +2 പാസ്സായിട്ടുണ്ടോ? +2 പോലും എഴുതിയിട്ടില്ല. ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് കുസ്തിയും കൊണ്ടാണ് നടക്കണത്. അപ്പൊ പോട്ടെ, ശരി അതൊക്കെ പോട്ടെ. ഇനി ദീപ്തിയുടെ പരിചയത്തിൽ ആർക്കെങ്കിലും സോഫ്റ്റ്വെയർ IT ട്രെയിനിങ് വേണമെങ്കിൽ എക്സ്പേർട്സ് ലാബിലേക്ക് ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം. അവരെ പറഞ്ഞു വിടാം. ഞാൻ ഈ പറഞ്ഞത് അവർ 100% പ്ലേസ്മെന്റ് അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. അവർ ഇതാ ഭയങ്കര പ്രൗഡായിട്ട് അവർ പറയണം. അവർ പറഞ്ഞു വന്നു എന്റെ അടുത്ത്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു കുട്ടിക്ക് പോലും ജോലി ഇല്ലാണ്ട് നിന്നിട്ടില്ല. ഞങ്ങളുടെ ഗ്യാരണ്ടി ആണ് എന്നുള്ളത്. ശരി നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഓക്കെ. എന്താണെന്ന് പ്രോപ്പർ ഫുൾ കാണിക്കണം. ഫുൾ കാണണം. ഓക്കെ. ഫോൺ ചെയ്യണം. മൊബൈൽ അല്ല ഫോൺ ചെയ്യട്ടെ. പ്ലഗ് ചെയ്യാം. ഫോൺ ചാർജ് ചെയ്യാം. എന്റെ വായന സാധനം വരാത്തോണ്ടാണ്. ട്രെയിനിങ് വേണം. എക്സ്പേർട്സ് ലാബിലോ അല്ലെങ്കിൽ അതെ കറക്റ്റ്. പവർ ബാങ്ക് ആണ്. എനിക്ക് ആ ലാബ് ഈ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് എന്താ നീ പറയാ, പിന്നെയാണ് പെട്ടെന്ന് കണക്ട് ചെയ്തത്. കണ്ടേ ഇല്ല. അത് ആ ബോക്സിനകത്ത് ഒരു ഹൈഡ് ചെയ്തിരിക്കുകയല്ലേ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബോക്സിന്റെ ആ സെഗ്മെന്റിലേക്ക് പോവാം. ദീപ്തി ഇപ്പം ബോക്സിൽ കുറച്ച് സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതെല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ ഓക്കെ ശരി ശരി. മെഹർ നോക്കണോന്ന് ഞാൻ കാണുന്നില്ല. ഓക്കെ ഇതില് കുറെ കാര്യങ്ങളുണ്ട്. വെയിറ്റ് ഐ വിൽ കൗണ്ട്. 1 2 3 4. ഞാൻ നോക്കില്ല. ഞാൻ ഭയങ്കര 4 ഐറ്റംസ് ഉണ്ട്. ഓക്കെ നമുക്ക് ഫസ്റ്റ് ഐറ്റമിൽ പോവാം. ഫസ്റ്റ് ഐറ്റം എന്തോ പറയട്ടെ. ഓക്കെ സ്റ്റേപ്ലർ. ഓക്കെ കാണിക്കുന്നത് എന്താ മോളെ? ചേച്ചി കയറ് റോപ്പ്. അവള് സ്ഥിരം യൂസ് ചെയ്യുന്ന കാര്യമാണ് കയറ് കെട്ടി. രണ്ടെണ്ണം കഴിഞ്ഞു. അല്ല ഇനി 2 more ഉണ്ട്. ഓക്കെ സോ തേർഡ് വൺ. ടീ ബാഗ്.
ടീ ബാഗിന് പെട്ടെന്ന് ടീ ബാഗ് ഇങ്ങനെ ചായന്റെ ഉള്ളിൽ മുക്കണ സാധനം കാണിച്ചു. ഞങ്ങൾ ടീ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? പറഞ്ഞു കൊടുക്ക്. ഇതെന്തോ നീ കണ്ടിട്ടുണ്ട്, ഒരിക്കലും പറയില്ല. എനിക്ക് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ലാസ്റ്റ് ഐറ്റം. ഓക്കെ, സമൂസ. ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചോളൂ. സമൂസ തിന്ന് തന്നെ കുറ്റാണോ? സമൂസ കഴിച്ചില്ലല്ലോ. അത് പറയാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി ഫുൾ ചീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഒരു തെലപ്പത്തി ഉണ്ടായിരുന്നു അല്ലേ? ടിഷ്യൂ മുമ്പേ വെച്ചു. അവള് പലതും ഇങ്ങനെ ശ്രദ്ധിച്ച് കാണണ്ട. അതാണ് മെഹർ ഭയങ്കര ചീറ്റർ. അതെ, ഞാൻ അല്ല, അങ്ങട് ഓക്കെ. അപ്പൊ ഈ റൗണ്ട് ആരാ ജയിച്ചത് പറയും? ഈ കൗണ്ടിൽ ആരാ ജയിച്ചെന്ന് പറയൂ. 14, 13, 14. ക്ലോസ് ആണ്, പക്ഷെ വളരെ ക്ലോസ് ഒരു ഫൈറ്റ്. ഇതിലെങ്ങാനും തോറ്റു പോയാലുണ്ടല്ലോ അവൾ ഇന്നത്തെ ദിവസം ഉറങ്ങില്ല. ഇന്നല്ല ഇനി ഇങ്ങനെ ചേച്ചിക്കാണെങ്കിൽ മറ്റേ ശത്രു സംഹാര പൂജ ചെയ്യും. നീ എനിക്ക് മുട്ടയിൽ വെക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇനി എന്താ വരാൻ പോണേ? 4ാമത്തെ റൗണ്ട് ഗിഫ്റ്റ് ആണോ? അപ്പൊ അങ്ങനെ നമുക്കിനി ഇപ്പൊ നമുക്ക് യാത്രയെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. നമുക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ ഓരോരോ ബോക്സസ് ഉണ്ട്. സീക്രട്ട് ബോക്സ്. സീക്രട്ട് ബോക്സ് ആണ്. ഈ റൗണ്ടിന്റെ പേരാണ് ട്രസ്റ്റ് മീ ഓർ ഷീ വിൽ ചീറ്റ് യു. ഓക്കെ, ഷീ വിൽ ചീറ്റ് മീ. പക്ക ഷീ വിൽ ചീറ്റ് യു. ഷീ വിൽ ചീറ്റ് യു. എന്തൊരു ഇതാണോ നോക്കിക്കേ, എനർജി ആണെന്നോ. ഇതിനൊക്കെ ഇന്റർവ്യൂ ചെയ്യാനില്ലല്ലോ ഇത്ര എനർജി. ആര് പറഞ്ഞു? ഏത് ഓൾറെഡി നമ്മുടെ ജനറേഷനിൽ ഇത്ര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ദിസ് ഈസ് ഒരു എക്സ്ട്രാ ആഡഡ്. നമ്മുടെ നേരത്തെ കോടീശ്വരൻ ഷോയൊക്കെ കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള പോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. ഏതോ ഒരു ബോക്സിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു സംഭവം, ഒരു ട്രഷർ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ആരുടെയോ ഒരാളുടെ ബോക്സിനകത്ത് 1 lakh rupees നമ്മുടെ പ്രൊഡ്യൂസർ വെച്ചിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ടേക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തല്ല 1 lakh rupees ഏത് ബോക്സിനാന്ന് വെച്ചാൽ അതെടുക്കാം. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി റൈറ്റിംഗിൽ തന്നെ ചെക്ക് മതി. എന്നെ നോക്കിയാൽ മതി. എന്നെ നോക്കിയാൽ ഞാൻ പറയാം എടുത്തോ. ഇതിനകത്താണ് എന്നെ ട്രസ്റ്റ് ചെയ്യാവുള്ളൂ. ഈ കുട്ടീനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു വൈബാണ്, ഫുഡിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ ഞങ്ങളുടെ 2 പേരുടെയും ബോക്സിൽ 2 പേരുടെയും കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് ഉണ്ടല്ലോ. ഞങ്ങളുടെ 2 പേരുടെ ഏതോ ഒരു ബോക്സിനകത്ത് ഒരു ട്രഷർ ഉണ്ട്. ഓക്കെ, 1 lakh rupees ആണ് ഇതിൽ ഏതോ ഒരു ബോക്സിനകത്ത് പ്രൊഡ്യൂസർ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അത് എന്റെ ബോക്സിലാണ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? നമുക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഒന്ന് പിടിച്ചു നോക്കിയാൽ കാര്യം. അപ്പൊ അതെനിക്കറിയാം. പിന്നെ എനിക്ക് മനസ്സിലാവും. ഇല്ല, ഇത് നോക്ക്, ഇതിൽ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞു എന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, നമ്മളാണെങ്കിൽ മുമ്പും ഒരു ഇന്റർവ്യൂ എടുത്ത് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസിന്റെ ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഈ സ്ത്രീനെ ഇറക്കി വിടാൻ ടൈം പോകും. നമ്മൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഷോയുടെ പേരെന്താണ്? ട്രസ്റ്റ് മീ ഓർ ഷീ വിൽ ചീറ്റ് യു. അപ്പം എന്തായാലും ഇതിനകത്താണ് 1 lakh rupees ഉറപ്പാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ 1 lakh rupees. വെയിറ്റിലല്ല കാര്യം, ചെക്ക്. ടൈം ഓവർ. നീ ഇതെടുത്തോ, വേണമെങ്കിൽ 1 lakh rupees എടുത്തോ, വേണമെങ്കിൽ എടുത്തോ. കിളിങ്ങണ സാധനം ഞാൻ എന്റെ ഇൻറ്റ്യൂഷൻ എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇതിലങ്ങ് ചെയ്തോളൂ. കറക്റ്റ് ആയിട്ട് അവള് ചുമ്മാ ഇത്ര നേരം അറിഞ്ഞൂടെ? അവള് വെറുതെ ബ്ലാ 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 ഒക്കെയാണ്. കറക്റ്റ് ആയിട്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുത്താൽ 2024 ന്യൂ ഇയർ ഈവ് ഒക്കെ ബ്ലാസ്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ന്യൂ ഇയർ ബ്ലാസ്റ്റിന് പോണ്ടേ? എന്ത് ന്യൂ ഇയർ ബ്ലാസ്റ്റ് ചെയ്തെടുക്കും? ഇത് വെയിറ്റ് ഉണ്ട്, കുലുങ്ങുന്നൊക്കെ നോക്കിട്ട് കറക്റ്റ് ആയിട്ട് നോക്കൂ. വെയിറ്റ് ഉണ്ട്, കുലുങ്ങണ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തൊന്നും ഇല്ല. ഞാൻ തുറന്നു നോക്കി, ഇതിനകത്തൊന്നും ഇല്ല. അത് നിന്റെ തലയിലെ പോലെ ആയോ? നിന്റെ തല പോലെ തന്നെ അതെനിക്ക് മനസ്സിലായിട്ടില്ല ഓണസ്റ്റ്ലി. വിച്ച് ഇസ് ഖാലി ആൻഡ് ഓൾ. ഐ ജസ്റ്റ് ഗെസ് ചെയ്തു. യെസ്, അങ്ങനെ പറഞ്ഞു. വിശ്വാസമില്ല. അല്ല, അതിനകത്ത് പൈസ എടുത്ത് കാണിക്കുക, അപ്പൊ മനസ്സിലാവല്ലോ. അതിനകത്ത് പൈസ എടുത്തിട്ട് നമ്മുടെ ഓഡിയൻസിനെ കാണിക്കൂ. അപ്പൊ പൈസ ഉണ്ടടാ. പൈസ അത് കണ്ടോ? ചേച്ചിയെ പറ്റി. നമ്മൾ
3 പേരും പാർട്ടിക്ക് പോവാം. പാർട്ടിക്ക് പോകണം, നമുക്ക് ട്രാവൽ ചെയ്യണം, നമുക്ക് സ്ഥലങ്ങൾ ചെയ്യണം. യെസ്, നമുക്ക് എന്തൊക്കെ പ്ലാൻസ് ആണുള്ളത് നോക്കിയിട്ട്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കിട്ടി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ടൈല വന്ന് നിൽക്കുക, 14 നിൽക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ടൈ ആയിട്ട് നിൽക്കാണ്. എല്ലാ റൗണ്ട്സും കഴിഞ്ഞു. അപ്പൊ 14 ആയി, എനിക്കും ഇപ്പൊ 14 ആയി. അപ്പൊ എന്തായാലും ഈ ഒരു സെഗ്മെന്റ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യാം. തല്ലൊന്നും ബഹളൊന്നും വേണ്ട. നീ പോയിന്റോ ഗിഫ്റ്റ് എന്തെങ്കിലും എടുത്തേക്ക് നീ കൊണ്ടുപോയിക്കോളൂ. ഓക്കെ, റെഡി? പാട്ട് പാടിക്കും. ഓക്കെ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി ഉണ്ണി പിറന്നല്ലോ.